ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ അതിനായിട്ടൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കൊക്കക്കോളിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെപ്സിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതേ ഷേപ്പിലുള്ള ഏത് തരം ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബോട്ടിൽ സ്റ്റിക്കർ ഉണ്ടല്ലോ അതൊന്ന് ഒഴിവാക്കാണേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് ബോട്ടിലാണ് അതിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിലിനെ കട്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണേ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് സിമെൻ്റ് ആണ്. ഇനി ഈ വൈറ്റ് സിമെൻറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ലൂസ് ആവാതെയും അധികം ടൈറ്റ് ആവാതെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ വൈറ്റ് സിമെൻറ്റ് എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിതിലേക്ക് കുറച്ച് ക്ലോത്തും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് അവിടെയുള്ള പഴയ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതേപോലെ എല്ലാവരുടെ വീട്ടിലും പഴയ ക്ലോത്തൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ആ ക്ലോത്തിൻ്റെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലോത്തിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് മുക്കി വെച്ചില്ലേ അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ബോട്ടിലിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോട്ടിലിന് ആവശ്യമായ ക്ലോത്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ക്ലോത്ത് ഒട്ടിച്ചിട്ടില്ലായിരുന്നോ, അത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സിമെൻറ്റ് മിക്സറിനെ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പം ഞാനിപ്പോൾ ബോട്ടിലിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ, കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബോട്ടിൽ വേറെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് വേറൊരു ബോട്ടിൽസിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് ഒന്നുകൂടി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. ഇതും കുറച്ച് തിക്കായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ വേണ്ടി വരും കേട്ടോ നന്നായിട്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരത്തിയെടുക്കുകയാണേ. കണ്ടല്ലോ, ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരതി നമ്മൾ ബോട്ടിലൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കണമല്ലോ. അതിനായിട്ട് ഞാനിതാ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും അതേപോലെ ലീവ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഈ എയർ ഡ്രൈ ക്ലേ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് അതേപോലെ തന്നെ നല്ലതുപോലെ തന്നെ കവർ ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ ഇട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടായി പോവേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നേരത്തെ വീഡിയോയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഈ ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നതൊക്കെ ഏത് സ്റ്റൈൽ വേണം, ഏത് ഭാഗത്ത് വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ മിഡിലായിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അറേഞ്ച് ചെയ്യേണ്ടതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. പെയിൻറ്റ് വെച്ചിട്ടോ ഏത് മോഡലാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇത് കണ്ടല്ലോ, ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു മിഡിലായിട്ട് കുറച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ, ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഈ ബോട്ടിൽ നമ്മൾ ചെയ്തെടുക്കുമ്പം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം സാൻഡ് പേപ്പർ വെച്ചിട്ട് വരുതിയാൽ മതി കേട്ടോ. അല്ലാതെ വരുതുകയാണെങ്കിൽ നമുക്ക് ആ ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിത് ആ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്. ഫുള്ളായിട്ട് ബ്ലാക്ക് ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ പെയിൻറ്റിന് പകരം സ്പ്രേ പെയിൻ്റ് ആയാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് ഗോൾഡൻ കളർ കൊടുക്കുകയാണ്. ഞാൻ മെറ്റാലിക് പെയിൻ്റ് ആട്ടോ കൊടുക്കുന്നത്. പിന്നെ അത് വിരൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പെയിൻറ്റിന് ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിൽ ഗോൾഡൻ വന്നപ്പോൾ തന്നെ അതിൻ്റെ ലുക്കൊന്ന് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് കഴിയുമ്പോഴേക്ക് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. വളരെ സിമ്പിളല്ലേ ചെയ്യാൻ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒരുതാ കേട്ടോ. അപ്പോഴേ അത് നല്ല ഫിനിഷിങ് കിട്ടുള്ളേ. അപ്പോൾ അത് കണ്ടില്ല, നമ്മളെ ബോട്ടിലൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വാർണിഷും കൂടി അപ്ലൈ ചെയ്താൽ കിടിക്കാച്ചി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങുമ്പോഴേക്ക് നമുക്കൊന്ന് ഞാൻ വേറെ രണ്ടെണ്ണം ചെയ്ത് വെച്ച് തന്നില്ലേ, അതൊന്ന് കാണിക്കാം കേട്ടോ. ഇത് രണ്ടും പെപ്സിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് വലിയ പെപ്സി ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ്സിമെൻ്റ് അപ്ലൈ ചെയ്യുന്നതൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇത് അതേപോലെ ചെറിയ പെപ്സി ബോട്ടിൽ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലുള്ള ഈ ഫ്ലവർ ബഡ്സ് ഉണ്ടല്ലോ, അത് ഞാൻ മാസ്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വാർണിഷും കൂടി അപ്ലൈ ചെയ്യണേ. അപ്പോൾ കണ്ടല്ലോ, വാർണിഷൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.